എന്തെല്ലാം എതിർ പ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടിവിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? യൂത്ത് കോൺഗ്രസിന് മാതൃകയാക്കേണ്ടി വരുന്ന SFIയും DYFIയും ഒടുവിലത് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നു. ക്ഷുഭിത യൗവനത്തെ ചേർത്ത് നിർത്തുന്നവർ SFI, ശക്തമായ സംഘടനാ സംവിധാനമുള്ളവർ SFI. കഴിഞ്ഞ ദിവസം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PJ കുര്യൻ പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെല്ലാം എതിർ പ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അഗ്രസീവായ യൂത്തിനെ അവരുടെ കൂടെ നിർത്തുന്നു. SFIയെ പ്രകീർത്തിച്ചതിനൊപ്പം യൂത്ത് കോൺഗ്രസിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടെ ഉണ്ട്, KSUവിന്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടിവിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടിവിയിൽ മാത്രമേ കാണാറുള്ളൂ എന്നായിരുന്നു PJ കുര്യന്റെ പരാമർശം. യുവജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകലുകയാണെന്നും 75 പേരുണ്ടായിരുന്നിടത്ത് 5 ചെറുപ്പക്കാരില്ലെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. 75 പേരുണ്ടായിരുന്ന കീഴായ്പൂരാണ് നമ്മുടെ AD ജോണിന്റെ അടുത്തുള്ള ആ മണ്ഡലത്തിലാണ് 75 അല്ലേ? 75 പേരുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ എണ്ണിയപ്പോൾ 5 ചെറുപ്പക്കാരില്ല, 40 വയസ്സിൽ കുറവുള്ള 5 പേരില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും വേദിയിലിരുത്തിയായിരുന്നു PJ കുര്യന്റെ വിമർശനം. സർവകലാശാലകളെ RSS വൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ സമരം ചെയ്യാനോ അതിനെ വിമർശിക്കാനോ യൂത്ത് കോൺഗ്രസോ KSUവോ ഇതുവരെ തയ്യാറായിട്ടില്ല. കേവലം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം പിണറായി സർക്കാരിനെതിരെ പ്രഹസനം നടത്താനും കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതുമാണ് ഈ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ആകെ അജണ്ട. ഈ ഘട്ടത്തിൽ കൂടെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യന്റെ വിമർശനം. അടുത്തിടെ ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ പ്രവർത്തകരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഇവരുടെ തന്നെ സോഷ്യൽ മീഡിയ കാർഡുകളും റീലുകളും ഒക്കെ പരിശോധിച്ചാലും യൂത്ത് കോൺഗ്രസ് പിരിച്ചത് എല്ലാം കൂടെ 4 കോടിയിലധികം രൂപ വരുമെന്ന് വ്യക്തമാണ്. എന്നാൽ അക്കൗണ്ടിലുള്ളത് 88 ലക്ഷം രൂപ മാത്രം. എന്നാൽ ഇതു സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കൃത്യമായൊരു ഉത്തരം നൽകാൻ മാങ്കൂട്ടത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. തെളിവുകളെല്ലാം ഇവർക്കെതിരായിട്ടും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടും വീണെടുത്ത് കിടന്ന് മെഴുകുകയാണ് രാഹുൽ. ഇതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. എന്നാൽ ഇവരിൽ നിന്ന് DYFI എങ്ങനെ വ്യത്യസ്തമാകുന്നു? ആയിരക്കണക്കിന് വരുന്ന DYFIയുടെ സഖാക്കൾ ആക്രി പെറുക്കി, ചായക്കട നടത്തി, ബിരിയാണി ചലഞ്ച് നടത്തി, മീൻ വിറ്റു, പായസ ചലഞ്ച് നടത്തി, കർക്കിടക മരുന്ന് നിർമ്മിച്ചു വിറ്റ്, എന്തിന് കൂലിപ്പണി വരെ എടുത്ത് അവർ രാപ്പകൽ അധ്വാനിച്ച് അങ്ങനെ സ്വരുക്കൂട്ടിയ തുകയാണ് വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വീടുകൾ വെച്ചു നൽകാനായി കൈമാറിയത്. 25 വീടുകൾ പറഞ്ഞ DYFI 100 വീടുകൾ നിർമ്മിക്കുന്നതിനായി 20 കോടിയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഇതാണ് യൂത്ത് കോൺഗ്രസും DYFIയും തമ്മിലുള്ള വ്യത്യാസം. പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയൂ. SFIയുടെ സമര തീഷ്ണത, DYFIയുടെ പ്രവർത്തന മികവ് ഒടുവിൽ കോൺഗ്രസ് നേതാക്കൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. അവർക്കങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സമകാലിക രാഷ്ട്രീയത്തിൽ KSUവും യൂത്ത് കോൺഗ്രസും ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി മാറപ്പെട്ടു. ഇടതുപക്ഷത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും അന്തവും കുന്തവുമില്ലാതെ വിമർശിക്കാൻ മാത്രമേ ഇവർക്ക് കഴിയൂ. ചെയ്യേണ്ടത് ചെയ്യാനും പറയേണ്ടത് പറയാനും കെൽപ്പില്ലാത്തവരായി അവർ മാറിക്കഴിഞ്ഞു. അവരുടെ നേതാക്കളുടെ പ്രസ്താവനകൾ തന്നെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിട്ടും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകാത്തത് യൂത്ത് കോൺഗ്രസിനും KSUവിനുമാണ്. കേരള സർവകലാശാലയിൽ ഗവർണർ നടത്തുന്ന RSS വൽക്കരണത്തിനെതിരെ DYFIയും SFIയും നടത്തിയ സമര തീഷ്ണത നാം എല്ലാം കണ്ടതാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുഖത്ത് DYFIയുടെ സേവന സന്നദ്ധത, വയനാട് പുനരധിവാസത്തിലെ പ്രവർത്തന മികവ്, ഇതെല്ലാം കേരളം അറിഞ്ഞതാണ്. ഇവർക്കൊപ്പമെത്താൻ യൂത്ത് കോൺഗ്രസിനോ KSUവിനോ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം പകൽ പോലെ വ്യക്തമാണ്. എതിർക്കുന്നവർക്ക് പോലും ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്നു. SFIയും DYFIയും എന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന്.